ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഹനാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നേരത്തെ പോലെ ഞാൻ ഇന്നൊരു പ്ലാൻ സെയിലുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് സാധാരണ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നത് ബുധൻ ശനിയാഴ്ചകളിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ഇടുന്നില്ലായിരുന്നു, ഒരു 5-6 പ്രാവശ്യമായിട്ട് ഇടുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനലിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി. ഞാൻ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു 4K 4000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് പോയി. എന്തായാലും സെയിം ആ പേരിൽ തന്നെ എൻ്റെ മോടെ പേരാണ് ഹനാസ് എന്നുള്ളത്, എൻ്റെ പേര് മരിയ എന്നാണ്. അപ്പം ആ ഒരു പേരിൽ തന്നെ വീണ്ടും ഒരു ചാനൽ തുടങ്ങുവാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറവ് ആണ് പ്ലാൻസുകളുടെയൊക്കെ റേറ്റ് വരുന്നത്. നമ്മൾ DTDC വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവഴി അയക്കുന്നതായിരിക്കും. നമ്മുടെ പ്ലാൻസുകളിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ. നമ്മൾ 130 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ ഇനി തൊട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അന്നത്തെ പ്ലാൻസുകളെക്കാളും കുറച്ചും കൂടെ റേറ്റ് കുറച്ചായിരിക്കും ഇനി തൊട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 80 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അത്ര കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല കേട്ടോ. അപ്പം 80 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. ഇതുമൊക്കെ നമ്മൾ 50 രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിന് 30 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സയൻസ് വേരിയുടെ ഈ ഒരു പ്ലാന്റാണ്. നമ്മൾ 10 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നമ്മളിപ്പം 5 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് സെയിലിന് ഇട്ടിരിക്കുന്നത്. 5 രൂപയാണ്. പിന്നെയുള്ളതും ഈ ഒരു സിങ്കോണിയം പ്ലാന്റാണ്. ഇതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനെല്ലാം 20 രൂപയുടെ പ്ലാന്റുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ 10 രൂപയ്ക്കാണ് ഇതൊക്കെ വയ്ക്കുന്നത്. പിന്നെയുള്ളത് ഫിലോഡോണ്ടോൺ പെറു ആണ്. ഇതൊക്കെ നമ്മൾ 120 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിൽ വീഡിയോയിൽ നമ്മൾ 50 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ 50 രൂപ. പിന്നെയുള്ളതും ഈ ഒരു സിങ്കോണിയമാണ്. ഇതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ്. ഇതിന് 10 രൂപയായിരുന്നു. ഈ ഒരു സെയിൽ വീഡിയോയിൽ നമ്മൾ 5 രൂപയ്ക്കാണ് ഇനി ഇതൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ്. ഇതിനൊക്കെ നല്ല വിലയുള്ള പ്ലാന്റുകളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇതിൽ തന്നെ ഒരു 2 ഷൂട്ടല്ല, ആ ഒരു ഇതിൽ നിന്ന് തന്നെ വേറൊരു പ്ലാന്റും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 50 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ഇതിനൊക്കെ വിലയുള്ള പ്ലാന്റുകളാണ്. നമ്മൾ വേറെ ഏതെങ്കിലും സെയിൽ വീഡിയോയിലും ഇതിലും കൂടുതൽ വിലയാണ് ഇതിനൊക്കെ. പക്ഷേ ഈ ഒരു സെയിൽ വീഡിയോയിൽ നമ്മൾ ഇതിന് മാത്രമേ ഉള്ളൂ സിങ്കോണിയത്തിൻ്റെ കൂടുതൽ ഇച്ചിരി വില വന്നിരിക്കുന്നത് 50 രൂപ. പിന്നെയുള്ളത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് ആണ് കേട്ടോ. സ്ലീപ്പിംഗ് പോത്തോസ് ആണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ്. ഈ ഒരു സിങ്കോണിയത്തിനും മറ്റേ സിങ്കോണിയത്തിനുമാണ് 50 രൂപ വന്നിരിക്കുന്നത് കേട്ടോ. വില കൂടുതൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയും. ഇതിനൊക്കെ നല്ല വിലയുള്ള പ്ലാന്റുകളാണ്. ഞാൻ എപ്പോഴും അത് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സിങ്കോണിയത്തിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല. ഈ ഒരു പ്ലാന്റിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഹാങ്ങിങ് പെപ്പറോമിയ പ്ലാന്റ് ആണ് കേട്ടോ. 10 രൂപയുടെ പ്ലാന്റ് ആണ്, പക്ഷേ നമ്മൾ 5 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ്. നടുക്കൂടെ ഒരു പിങ്ക് ലൈൻ പോകുന്നുണ്ട്. നാരോ ലീഫിൻ്റെ പ്ലാന്റാണ്. പിന്നെയുള്ളത് നമ്മുടെ സയൻസ് വേരിയുടെ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനാണെങ്കിൽ 10 രൂപയാണ് റേറ്റ് വരുന്നത്. 30 രൂപയുടെ പ്ലാന്റാണ്. ഇപ്പോൾ നമ്മൾ 10 രൂപയ്ക്കാണ് കേട്ടോ ഇതൊക്കെ സെയിൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിനൊക്കെ നല്ല വിലയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ 60 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് നല്ലതായി ഈ ഒരു കളറായിട്ട് മാറും ലീഫ് മൊത്തത്തിൽ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 10 രൂപയാണ് റേറ്റ് കിട്ടുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ലീഫുകൾ വരുന്ന, ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കാം. മിക്കവാറും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്, പക്ഷേ ഒന്നും കൂടെ കാണിച്ചു തരാം. വിലയുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 80 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഈ ഒരു റൈസ് ലീഫിൻ്റെ 50 രൂപയുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ്. വിലയുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മൾ 80 രൂപ 100 രൂപ 150 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോയിൽ 100 രൂപയ്ക്ക് 5 രൂപയ്ക്ക് തൊട്ട് 5 രൂപ തൊട്ട് 100 രൂപ വരെ 100 രൂപ വരെയുള്ള പ്ലാൻസുകളില്ല, 80 രൂപ വരെയുള്ള പ്ലാൻസുകൾ മാത്രമേ ഈ സെയിൽ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു ഫിലോഡോണ്ടോൺ ആണ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാവട്ടെ ഇതൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന കാണാനായിട്ട്.
ഇപ്പോൾ ഈ ഒരു പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. 30 രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റാണ്, ഇപ്പോൾ 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് കേട്ടോ. ഇതിന് 5 രൂപയാണ് റേറ്റ് വരുന്നത്. ഫ്ലവർ ഷേപ്പിൽ എൻഡിൽ ഫ്ലവർ ഷേപ്പ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഫേണാണ് കേട്ടോ. ഈ ഒരു ഫേണാണ് 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു ക്രോട്ടൺ പ്ലാന്റാണ് 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഒരു പിങ്ക് സിങ്കോണിയം പ്ലാന്റാണ് കേട്ടോ. ഒരു 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബോഗൻവില്ലയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോഗൻവില്ല എല്ലാം ഹൈബ്രിഡ് ബോഗൻവില്ലയാണ്. പക്ഷേ റൂട്ടൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നിൻ്റെയും കളർ എനിക്കറിയില്ല. ഞാൻ എല്ലാം കമ്പ് കുത്തി പിടിപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാം ഒരുമിച്ച് അങ്ങ് വെച്ച് പോയി. അപ്പോൾ എനിക്ക് ഏതാണ് പ്ലാന്റ് ഏതാണെന്നറിയാം, അല്ല ഫ്ലവർ വരുന്ന പ്ലാന്റ് ഏതാണെന്ന് എനിക്കറിയില്ല. എല്ലാം ഹൈബ്രിഡാണ്. അപ്പോൾ ഞാൻ 10 രൂപയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സെയിൽ ചെയ്യുന്നത്. ഒരിടത്തും 10 രൂപയ്ക്ക് ഹൈബ്രിഡ് ബോഗൻവില്ല കിട്ടത്തില്ല. അപ്പം എന്തായാലും ഞാൻ 10 രൂപയ്ക്കാണ്. പക്ഷേ കളർ അറിയില്ല, അത് ഞാൻ എടുത്തെടുത്ത് പറയുവാണ്. പിന്നെ കിട്ടിക്കഴിയുമ്പോൾ സെയിം എല്ലാ പ്ലാന്റും ഒരുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ഫ്ലവർ ഏതാണെന്ന് അറിയില്ല. ബോഗൻവില്ലയ്ക്കെല്ലാം 10 രൂപയാണ് കേട്ടോ. ഒരു പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു കവറിലുള്ള പ്ലാന്റാണ് കേട്ടോ ഞാൻ തരുന്നത്. ഒരു പ്ലാന്റ് ആയിരിക്കത്തില്ല. ഈ കവറിൽ ഞാൻ 2-3 പ്ലാന്റ് വെച്ചിരുന്നു. പക്ഷേ ഒരെണ്ണം മാത്രമേ എനിക്ക് പിടിച്ചു കിട്ടിയുള്ളൂ. അപ്പം 1 2 3 10 രൂപ തന്നെയാണ് പ്ലാന്റിന് വില വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സാറ്റിൻ പോത്തോസാണ് കേട്ടോ. ഇതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബട്ടൺ ഫേണാണ് കേട്ടോ. ബട്ടൺ ഫേണാണ് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഡക്ക് ഫീറ്റാണ് കേട്ടോ. ഡക്ക് ഫീറ്റാണ്. ഇതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത്. വെയിലത്ത് നിന്നുകൊണ്ടാണ് ഒരു ക്ഷീണം വരുന്നത്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റാണ് കേട്ടോ. ലീഫ് നല്ല ബ്ലാക്ക് കളറിലാവും. ബ്ലാക്ക് മാജിക് അല്ല കേട്ടോ, കൊളോക്കേഷ്യ അല്ല, അലോക്കേഷ്യയാണ്. അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് 40 രൂപയാണ്. പിന്നെയുള്ള നമ്മുടെ ടാങ്കിൾ ഹാർട്ടാണ്, ഹാങ്ങിങ് പ്ലാന്റാണ്. ടാങ്കിൾ ഹാർട്ടാണ് 5 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ചൈന ഡോളാണ് കേട്ടോ. ചൈന ഡോളാണ് 30 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല റൂട്ടഡ് പ്ലാന്റാണ്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ് കേട്ടോ. ചില ഇലയിലൊക്കെ ഇച്ചിരി പുഴു കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റുകളാണ്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റാണ്. 5 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ഭാഷയാണ്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വയലറ്റ് ഫ്ലവർ വരുന്ന പെൻഡാസാണ് കേട്ടോ. വലിയ പ്ലാന്റാണ്. റൂട്ടൊക്കെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും വലിയ പ്ലാന്റാണ്. ഫ്ലവർ ഫ്ലവർ 2 ഇതിലുണ്ടായിരുന്നു. ഫ്ലവർ അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റാണ്. 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത്. 30 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റാണ്. അപ്പോൾ 30 രൂപയാണ്, അല്ല 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ടൈഗർ ഫേണാണ് കേട്ടോ. ടൈഗർ ഫേണിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് വെച്ചാൽ മതി, മൊത്തത്തിൽ സ്പ്രെഡാവും, പെട്ടെന്ന് സ്പ്രെഡാവും. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ലീഫ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് 30 രൂപയാണ്. പിന്നെയുള്ളത് നമ്മുടെ ആപ്പിൾ ക്രോട്ടനാണ് കേട്ടോ. 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ്. 30 രൂപയുടെ പ്ലാന്റാണ്. 10 രൂപയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വെരിഗേറ്റഡ് പെൻഡാസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മുടെ നോർമൽ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഭംഗി വേറൊന്നും തന്നെയാണ്. ഇൻഡോറായോ ഔട്ട്ഡോറായോ ഒക്കെ വയ്ക്കാം. 10 രൂപയാണ്. പിന്നെയുള്ളത് നമ്മുടെ ഫിലോഡോണ്ടോൺ ബേർഡ് മാക്സ് ആണ്. 5 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഫിലോഡോണ്ടോൺ ബ്രസീലാണ് കേട്ടോ. 15 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഒരു ആരോ റൂട്ട് കലാത്തിയ പ്ലാന്റ് ആണ്. 5 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ്. 10 രൂപയാണ്. ലെമൺ യെല്ലോ കളർ വരുന്ന നിയോൺ പോത്തോസ് ആണ്. പെട്ടെന്ന് പേരിൽ ഞങ്ങൾ എൻജോയ് പോത്തോസ് ആണോ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊന്ന് നിർത്തിക്കളഞ്ഞത്.
നിയോൺ പോത്തോസാണ്. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ്. ഇതിന് 30 രൂപയായിട്ട് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ജിഞ്ചർ കലാത്തിയാണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു വയലറ്റ് ഫ്ലവർ ഇതിൽ വരും. 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഫിലോഡോണ്ടോൺ ലെമൺ യെല്ലോ കളർ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനും 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു ലീഫേ ഉള്ളൂ. 2 ലീഫ് ഉണ്ടായിരുന്നു. ഒരു ലീഫ് ചീത്തയായിപ്പോയി. നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു വെരിഗേറ്റഡ് ലക്കി ബാമ്പു ആണ് കേട്ടോ. 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാം വെയിൽ കൊണ്ട് വാടി നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ച് വാട്ടം തോന്നുന്നത്. 5 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു വൈറ്റ് ലീഫ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 5 രൂപയാണ്. എല്ലാം വെയിൽ കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള പ്ലാന്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ഞാനിപ്പോൾ കാണിച്ച പ്ലാന്റ്. അതിൻ്റെ ലീഫ് ഇങ്ങനെയാട്ടോ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതാണ് പ്ലാന്റ്. ഇതായിട്ട് നമ്മുടെ അലോക്കേഷ്യ ടീ കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ്. ടീ കപ്പിൻ്റെ ഷേപ്പിൽ വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. 1 അല്ല 2 പ്ലാന്റ്സുകൾ ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ ചട്ടി ചോരുന്നുണ്ട്. എൻ്റെ വെള്ളമെല്ലാം ഒലിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനാണെങ്കിൽ 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് വരുന്നത്. അതേ നേരത്തെ ഞാൻ 5 രൂപയുടെയെന്ന് പറഞ്ഞൊരു ലീഫി പ്ലാന്റ് കാണിച്ചില്ലായിരുന്നു. വാടി നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു വെള്ളയുടെ കൂട്ടത്തിലുള്ളത്. ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഇതിനും ചോട്ടിലൊന്നും വെള്ളമില്ല. അതുകൊണ്ടാണ് ഇച്ചിരി വാടി നിൽക്കുന്നത്. ഞാൻ നനയ്ക്കാൻ പോകണം. വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5 രൂപയായിട്ടോ റേറ്റ് വരുന്നത്. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ ഗ്രീൻ ഹൗസിൻ്റെ പരുവം എങ്ങനെയാണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീൻ ഹൗസൊക്കെ ശരിയാക്കി. അത്രയും നന്നായിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്റ്സ്. എൻ്റെ കുറേ അഗ്ലോണിമ മറ്റേ ഇലപ്പൈൻ വന്നിട്ട് മൊത്തം പോയി. ലീഫെല്ലാം പോയി. ഞാനിപ്പോൾ ലീഫെല്ലാം മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട് കിട്ടുമോയെന്ന് അറിയില്ല. നല്ല നല്ല പ്ലാന്റ്സുകളെല്ലാമാണ് ഇത് വന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു അഗ്ലോണിമ ഡിഫൻബാച്ചിയ കാണിച്ചില്ലായിരുന്നു 80 രൂപയുടെ. അത് ഈ ഒരു പരുവത്തിലേക്ക് വരുമെന്ന് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭംഗിയിലേക്ക് വരും. അതിൻ്റെ തന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതാണ്. ഇതും ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് വരും. ഇതുണ്ടോ. അഗ്ലോണിമയ്ക്കൊന്നും ഇലയൊന്നുമില്ല. രക്ഷപ്പെട്ട് കിട്ടിയാൽ ഭാഗ്യം. ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ ഒന്നും ഇലയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പിടിച്ചു വിട്ടു. നല്ല നല്ല പ്ലാന്റ്സുകളാണ് പോയതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്റ്സുകൾ. ഈ ഒരു അലോക്കേഷ്യയുടെ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് തൈകളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കലാത്തിയുടെ പ്ലാന്റ്സുകളൊക്കെ 10 രൂപയ്ക്കാണ് കേട്ടോ. നമ്മൾ സെയിലിൽ എടുത്തില്ല. പ്ലാന്റ് സെയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓർത്തപ്പോഴത്തേക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സെയിൽ വീഡിയോയിൽ ഇടാനായിട്ട്. പക്ഷേ ഞാനൊന്നും കാണിച്ചില്ല. ഇനി ഒരു വിശേഷം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ചീര കൃഷി നടക്കുകയാണ്. കണ്ട ചീരയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ചീരയുണ്ട്, വാട്ടർമെലൺ ഉണ്ട്. പിള്ളേർ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒരു ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ചീര. വാട്ടർമെലൺ കിടക്കുന്നുണ്ടോ ഇതിൻ്റെ ഇടയിൽ. പിന്നെ മുളക്, തക്കാളി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ്. ഇനി ചേച്ചിമാർ ചീര വെക്കുന്നതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ചേച്ചിമാരെല്ലാം ചീരയെല്ലാം തകൃതിയായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോ ചേച്ചിമാരൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് നമ്മൾ വെക്കുന്ന ചീര. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്, 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചീരയൊക്കെ റെഡിയാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ സെയിൽ വീഡിയോ. ഇതിലേതെങ്കിലും പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.